KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. CM വലുല്ലാഹി 26ാമത് ആണ്ട് നേർച്ചയ്ക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ നാളെ തുടക്കം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം നാളെ. ചേളാരി വിഭാഗത്തിന്റെ ഭീകരത. കരിപ്പൂരിലും പള്ളി പൂട്ടി. മുത്തവല്ലി ഭരണത്തിലുള്ള പള്ളി പിടിച്ചെടുക്കാൻ ശ്രമം. മർക്കസ് ശരീഅത്ത് കോളേജ് 2016-17 വർഷത്തെ അധ്യയനാരംഭം ബുധനാഴ്ച നടക്കും. ഇനി കലയുടെ വസന്തകാലം. SSF യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. 18 കോടി രൂപ ചെലവിൽ ഹജ്ജ് ഹൌസ് കെട്ടിടം കരിപ്പൂരിൽ. ശിലാസ്ഥാപനം ഒക്ടോബറിൽ. കൊല നടത്താൻ പരിശീലനം നൽകുന്ന സംഘടനയാണ് SDPI എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. മലയാളിയായ കർണാടക മന്ത്രി KJ ജോർജ് രാജിവെച്ചു. പട്ടാള അട്ടിമറി ശ്രമമുണ്ടായതിനു പിന്നാലെ തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കുമെന്ന് ഉർദു ഖാൻ. വാർത്തകൾ വിശദമായി. കൊല നടത്താൻ പരിശീലനം നൽകുന്ന സംഘടനയാണ് SDPI എന്ന് മുഖ്യമന്ത്രി. SDPIയുടെ പ്രവർത്തനങ്ങൾ ഗൌരവമായി പരിശോധിക്കും. പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്നും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. അതേസമയം SDPI ഭീകര സംഘടനയാണെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. SDPIയുടെ പ്രവർത്തനം രാജ്യത്തിന് അപകടമെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. ISന് ആളെ കൂട്ടുന്നവരാണ് SDPI എന്ന് ലീഗ് ആരോപിച്ചു. കൊല നടത്താൻ പരിശീലനം നേടുന്ന ചില സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് SDPI. അവരുടെ പരിശീലനം എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുള്ള കാര്യത്തിലല്ല, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എങ്ങനെ നടത്തണം, ആളെ കൊല്ലുന്നത് എളുപ്പത്തിൽ എങ്ങനെ സാധിക്കും, ഇത്തരം കാര്യങ്ങളാണ് പരിശീലിക്കുന്നത്. എന്നാൽ SDPIയോട് മുഖ്യമന്ത്രിക്ക് മൃദു സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. RSSും SDPIയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. SDPIയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു മൃദു സമീപനം വളരെ വ്യക്തമായിരുന്നു സാർ. അദ്ദേഹം പറഞ്ഞു SDPIക്കാർക്ക് ബിരിയാണി വിളമ്പുന്ന സംഭവം അവസാനിച്ചുവെന്നും മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോഴിത് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറ്റ്യാടി കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. SDPIയും പോലീസും തമ്മിൽ അവഹിത ബന്ധമുണ്ടെന്നും അതിനാൽ കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 18 കോടി രൂപ ചെലവിൽ ഹജ്ജ് ഹൌസിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകാരത്തിനായി കൊണ്ടോട്ടി നഗരസഭയ്ക്ക് സമർപ്പിച്ചു. കരിപ്പൂരിൽ നിലവിലുള്ള ഹജ്ജ് ഹൌസിന് സമീപം 7 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശിലാസ്ഥാപനം ഒക്ടോബർ അവസാന വാരം നടത്താൻ മന്ത്രി KT ജലീൽ പങ്കെടുത്ത സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പുതിയ കെട്ടിടത്തിന് സർക്കാർ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 3 നില ഭൂമിക്കടിയിലും 4 നില മുകളിലുമായാണ് കെട്ടിടം നിർമ്മിക്കുക. പുതിയ കെട്ടിടത്തിനായി 2013 ബജറ്റിൽ 1 കോടി രൂപ നീക്കിവച്ചിരുന്നു. വനിതാ തീർത്ഥാടകർക്ക് താമസം, പ്രാർത്ഥന എന്നിവയ്ക്കുള്ള സൌകര്യവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസുമാണ് പുതിയ കെട്ടിടത്തിലുണ്ടാവുക. നിലവിൽ ഓഫീസ് ഹജ്ജ് ഹൌസിന് പുറത്തുള്ള കെട്ടിടത്തിലാണ്. മലയാളിയായ കർണാടക മന്ത്രി KJ ജോർജ് രാജിവെച്ചു. KJ ജോർജിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ച് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. DYSP മന്ദപാണ്ഡെ K ഗണപതിയാണ് മടിക്കേരിയിലെ സ്വകാര്യ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത്. KJ ജോർജ് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. നിലവിൽ ബാംഗ്ലൂരു വികസനകാര്യ ടൌൺ പ്ലാനിംഗ് മന്ത്രിയാണ് KJ ജോർജ്. K ഗണപതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മന്ത്രിയുടെ പേരിനു പുറമെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൂടിയുണ്ട്. കർണാടക പോലീസിലെ മികച്ച പോലീസുകാരിൽ ഒരാളായി പേരെടുത്ത K ഗണപതിയെ കഴിഞ്ഞ കുറച്ചുനാളുകളായി യശ്വന്തപൂർ വ്യാജ ഏറ്റുമുട്ടൽ കേസടക്കം നിരവധി അഴിമതി കേസുകൾ ഉൾപ്പെടെ ആരോപിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവത്രേ. ഇതിനെതിരെ ഗണപതി നടത്തിയ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ 2 മാസം മുമ്പാണ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. കുറ്റവിമുക്തനാക്കാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടതായും 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കുറ്റവിമുക്തനാക്കപ്പെട്ടതിനെ തുടർന്ന് 2 മാസം മുമ്പാണ് ഗണപതിക്ക് DYSP പ്രമോഷൻ ലഭിച്ചത്.
പട്ടാള അട്ടിമറി ശ്രമമുണ്ടായതിനു പിന്നാലെ തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ നീക്കം. രാജ്യത്ത് വധശിക്ഷ പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കുമെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തി വൈകാതെ തീരുമാനമെടുക്കുമെന്നും പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാൻ പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് തീരുമാനമെടുക്കുക. ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചവർ അതിന്റെ വിലയും നൽകണം. ജനങ്ങളോട് സംസാരിക്കവെ ഉർദുഖാൻ പറഞ്ഞു. 1984 തുർക്കിയിൽ ആരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ അംഗമാകുന്നതിനായി 2004 വധശിക്ഷ നിരോധിക്കുകയും ചെയ്തിരുന്നു. തുർക്കിയിൽ വെള്ളിയാഴ്ച നടന്ന പട്ടാള അട്ടിമറി ശ്രമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 3 സൈനിക തലവന്മാരടക്കം 6000 പേർ അറസ്റ്റിലാണ്. 3000-ഓളം ജഡ്ജിമാരെയും സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മടവൂർ CM വലുല്ലാഹി 26ാമത് ആണ്ട് നേർച്ച ഈ മാസം 19 നാളെ മുതൽ 21 വരെ തീയതികളിൽ അതിവിപുലമായി മടവൂർ CM സെന്ററിൽ വെച്ച് നടക്കുമെന്ന് CM സെന്റർ ജനറൽ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാക്കവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CM വലുല്ലാഹി ആണ്ട് നേർച്ച ദിക്ർ ദുആ സമ്മേളനം ഈ മാസം 19, 20, 21 തീയതികളിലായി വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. 19-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു. തുടർന്ന് സമസ്ത കേരള സുന്നി യുവന സംഘം സംസ്ഥാന പ്രസിഡന്റ് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണവും 20-ാം തീയതി പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ലുഖ്മാനുൽ ഹക്കീം സഖാഫിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച സമാപന ദിവസമായ വ്യാഴാഴ്ച ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ ദിക്ർ ദുആ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ തുടങ്ങി നാളെ വൈകുന്നേരം 6 മണിക്ക് സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ വാവാടിന്റെ നേതൃത്വത്തിൽ മഖാം സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമാവും. 6:30-ന് കുഞ്ഞിസീതി കോയത്തങ്ങൾ കൊയിലാട്ട് പതാക ഉയർത്തും. 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദ് അബ്ദുസബൂർ ബഹസൻ അവേലം പ്രാർത്ഥന നിർവഹിക്കും. പരിപാടി KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മതപ്രഭാഷണം നടത്തും. ജൂലൈ 20-ന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് എലൈറ്റ് കൺവിൻ സയ്യിദ് സക്കരിയ അൽ ബുഖാരിയുടെ പ്രാർത്ഥനയോടെ തുടക്കമാവും.
പരിപാടി AKC മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ കാരാട്ട് റസാഖ് MLA ഉദ്ഘാടനം ചെയ്യും. N. അലി അബ്ദുള്ള സാഹിബ് വിഷയാവതരണം നടത്തും. 3 മണിക്ക് നടക്കുന്ന N11 മീറ്റ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ അധ്യക്ഷതയിൽ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്യും. ബഷീർ ഫൈസി വണ്ണക്കോട് വിഷയാവതരണം നടത്തും. വൈകുന്നേരം 7 മണിക്ക് ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര മതപ്രഭാഷണം നടത്തും. സമാപന ദിവസമായ ജൂലൈ 21 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് CM വലുല്ലാഹിയുടെ മുഹിബുകൾ CM സെന്ററിൽ ഒത്തുചേരും. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇടപ്പള്ളിയുടെ അധ്യക്ഷതയിൽ EK ഹുസൈൻ മുസ്ലിയാർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സയ്യിദരും പണ്ഡിതരും മഹാനുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കും. 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ഷാദുലി റാത്തീബിന് CP ഷാഫി സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി മമ്പുറം എന്നിവർ നേതൃത്വം നൽകും. ജൂലൈ 21 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന ദിക്ർ ദുആ സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കമാകും. പരിപാടിയിൽ സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത പ്രസിഡന്റ് റഈസുൽ ഉലമ E. സുലൈമാൻ മുസ്ലിയാർ ഹിഫ്ലുൽ ഖുർആൻ കോളേജ് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ദിക്ർ ദുആ ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി നേതൃത്വം നൽകും. വിവിധ പരിപാടികളിൽ മുല്ലക്കോയത്തങ്ങൾ പെരുമണ്ണ, മുഹമ്മദ് തുറാബത്തങ്ങൾ, ത്വാഹാത്തങ്ങൾ കുറ്റ്യാടി, സയ്യിദ് ഇല്യാസ് ഹൈദ്രൂസ് എരുമാട്, VPM ഫൈസി വില്യാപ്പള്ളി, MV അബ്ദുറസാഖ് സഖാഫി, അബ്ദുൽ കരീം ഹാജി ചാലിയം, AK അബ്ദുൽ ഹമീദ് സാഹിബ്, അപ്പോളോ മൂസഹാജി, റഹ്മത്തുള്ള സഖാഫി അളമരം തുടങ്ങി നിരവധി സയ്യിദരും പണ്ഡിതരും ഉമറാക്കളും സംബന്ധിക്കും. ചേളാരി വിഭാഗത്തിന്റെ തേർവാഴ്ചയിൽ കരിപ്പൂരിലും പള്ളിപ്പൂട്ടി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുത്തവല്ലി ഭരണത്തിന് കീഴിലായ കരിപ്പൂർ ആഞ്ചിറക്കൽ ജുമാ മസ്ജിദാണ് വിഘടിതർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതുമൂലം പോലീസ് പൂട്ടിയത്. കഴിഞ്ഞ 3 വർഷമായി ചേളാരി വിഭാഗം പള്ളി പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിവരികയാണ്. UDF ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയും വഖഫ് ബോർഡിൽ സമ്മർദ്ദം ചെലുത്തിയും ഇതിനായി വിഘടിതർക്ക് അധികൃതർ ഒത്താശ ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ മുത്തവല്ലി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ ചേളാരി വിഭാഗത്തിന്റെ നീക്കം പാളി. പിന്നീട് ഭരണസ്വാധീനം ഉപയോഗിച്ച് പള്ളിക്കുമേൽ സ്വയം അധികാരം സ്ഥാപിച്ച് വിഘടിതർ മഹല്ലിൽ കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. നാട്ടിൽ സമാധാനം നിലനിൽക്കേണ്ടതിനാൽ സുന്നി പ്രവർത്തകർ സംയമനം പാലിച്ചു പോന്നു. കേസ് തീരും വരെ പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് മുത്തവല്ലിയെ സഹായിക്കുന്നതിന് ഇരുവിഭാഗത്തിൽ നിന്നുമായി ഏതാനും പേരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ കൊണ്ടോട്ടി CI യോഗം വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സുന്നി വിഭാഗം അനുകൂലമായി പ്രതികരിച്ചെങ്കിലും വിഘടിത വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. മുത്തവല്ലിയെ അംഗീകരിക്കില്ലെന്നും പള്ളിഭരണം സ്വന്തമായി നടത്തുമെന്ന ദുർവാശിയോടെ വിഘടിതർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. പള്ളിയിലെത്തിയ ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് കൊണ്ടോട്ടിയിൽ നിന്നും കരിപ്പൂരിൽ നിന്നും കൂടുതൽ പോലീസെത്തി വിശ്വാസികളെ ലാത്തിവീശി ഓടിച്ചു. പള്ളി പൂട്ടിയ പോലീസ് പള്ളിയിലേക്കുള്ള വഴിയിൽ നിലയുറപ്പിച്ചു. പള്ളിയിലേക്ക് ആരെയും കടത്തിവിട്ടില്ല. ഇതോടെ ഇന്നലെ ളുഹർ മുതൽ പള്ളിയിൽ ബാങ്കും നിസ്കാരവും നിലച്ചിരിക്കുകയാണ്. വിഘടിതരിൽ രാഷ്ട്രീയ പ്രാമുഖ്യമുള്ള ചില വ്യക്തികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വിഘടിതരുടെ പ്രാദേശിക നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടും നേതൃത്വം ഇവർക്ക് ഒത്താശ ചെയ്യുന്നതിൽ സാധാരണ പ്രവർത്തകർക്ക് അമർഷമുണ്ട്. പള്ളി പൂട്ടിച്ച വിഘടിതരുടെ നിലപാടിൽ സുന്നി സംഘടനകൾ പ്രതിഷേധിച്ചു. SMA ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമുലുലൈലി, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൌൺസിലർ തറയിട്ടാൽ ഹസൻ സഖാഫി, SJM ജില്ലാ ഉപാധ്യക്ഷൻ P. മാനു മുസ്ലിയാർ, മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി M. ബീരാൻ മാസ്റ്റർ സ്ഥലം സന്ദർശിച്ചു. 2013 വിഘടിതർ CI ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ ലംഘിച്ചിരുന്നു. ഇനി കലയുടെ വസന്തകാലം. SSF യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. 2 മാസം നീണ്ടുനിൽക്കുന്ന സാഹിത്യോത്സവ കാലത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. യൂണിറ്റ് സാഹിത്യോത്സവിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം കൊണ്ടോട്ടി ഐക്കരപ്പടി പൂച്ചാലിൽ നടന്നു. SSF സംസ്ഥാന ഹയർ സെക്കൻഡറി കൺവീനർ CK ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും ഒരാഴ്ചക്കുള്ളിൽ യൂണിറ്റ് സാഹിത്യോത്സവ് പൂർത്തിയാകും. ഇക്കുറി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ബ്ലോക്ക് തലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളാണ് യൂണിറ്റ് സാഹിത്യോത്സവിൽ മാറ്റൊരുക്കുന്നത്. യൂണിറ്റ് സാഹിത്യോത്സവുകൾ മികവുറ്റതാക്കുന്നതിനുവേണ്ടി യൂണിറ്റുകളിൽ അണിയറ എന്ന പേരിൽ മുന്നൊരുക്ക പരിപാടികൾ പൂർത്തിയായി. യൂണിറ്റ് സാഹിത്യോത്സവിന് ശേഷം സെക്ടർ, ഡിവിഷൻ തലങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ അരീക്കോട് വെച്ചാണ് ഈസ്റ്റ് ജില്ലാതല മത്സരം നടക്കുന്നത്. പൂച്ചാലിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനത്തിൽ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി T. അബ്ദുൽ നാസർ, ഭാരവാഹികളായ മുഹീദ്ദീൻ സഖാഫി ചീക്കോട്, ശുക്കൂർ സഖാഫി മുത്തവല്ലൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. മർക്കസ് ശരീഅത്ത് കോളേജ് 2016-17 വർഷത്തെ അധ്യയനാരംഭം ബുധനാഴ്ച നടക്കും.
മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബുഖാരി ഹദീസ് പഠന ക്ലാസിന് നേതൃത്വം നൽകുന്നതോടെയാണ് പുതിയ അക്കാദമിക വർഷത്തിലെ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ മതബിരുദത്തിന് പഠിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. 5 കോഴ്സുകളിലായി 1000-ലധികം വിദ്യാർത്ഥികളാണ് മർക്കസ് ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നത്. ഇതിൽ ഈജിപ്തിലെ പ്രശസ്തമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അൽ അസ്ഹറുമായി മർക്കസ് ശരീഅത്ത് കോളേജിലെ 3 കോഴ്സുകൾ അഫിലിയേഷനുണ്ട്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും മർക്കസിലെ ബിരുദ പഠനത്തിനെത്തുന്നുണ്ട്. അൽ അസ്ഹറിന് പുറമെ ഷാർജയിലെ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി, മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ പ്രശസ്തമായ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഹംദർദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങളുമായും മർക്കസ് ശരീഅത്ത് കോളേജിന് അഫിലിയേഷനുണ്ട്. പ്രശസ്ത ഹദീസ് ഗ്രന്ഥമായ ബുഖാരി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പതിറ്റാണ്ടുകളായി മർക്കസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ദിനേന പ്രഭാതത്തിൽ നടക്കുന്ന ഈ പഠന ക്ലാസ്സിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. ഇസ്ലാമിക വിജ്ഞാനശാഖയിലെ കർമ്മശാസ്ത്രം, വിശ്വാസശാസ്ത്രം, ചരിത്രം, ഖുർആൻ പഠനം, അറബി ഭാഷാ പഠനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സിലബസാണ് മർക്കസ് ശരീഅത്ത് കോളേജിലേത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുക്കും. മർക്കസ് ശരീഅത്ത് കോളേജ് പ്രൊഫസർമാരായ AP മുഹമ്മദ് മുസ്ലിയാർ, കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഹുസൈൻ മുസ്ലിയാർ പടനിലം, VPM ഫൈസി വില്യാപ്പള്ളി, മുഖ്താർ ഹസ്രത്ത്, ജലീൽ സഖാഫി ചെറുശോല, അബ്ദുൽ അസീസ് സഖാഫി, മുഹമ്മദ് കുഞ്ഞി സഖാഫി എന്നിവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CM വലുല്ലാഹി 26ാമത് ആണ്ട് നേർച്ചയ്ക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ നാളെ തുടക്കം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം നാളെ. ചേളാരി വിഭാഗത്തിന്റെ ഭീകരത, കരിപ്പൂരിലും പള്ളി പൂട്ടി. മുത്തവല്ലി ഭരണത്തിലുള്ള പള്ളി പിടിച്ചെടുക്കാൻ ശ്രമം. മർക്കസ് ശരീഅത്ത് കോളേജ് 2016-17 വർഷത്തെ അധ്യയനാരംഭം ബുധനാഴ്ച നടക്കും. ഇനി കലയുടെ വസന്തകാലം. SSF യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. കൊല നടത്താൻ പരിശീലനം നൽകുന്ന സംഘടനയാണ് SDPI എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. 18 കോടി രൂപ ചെലവിൽ ഹജ്ജ് ഹൌസ് കെട്ടിടം കരിപ്പൂരിൽ, ശിലാസ്ഥാപനം ഒക്ടോബറിൽ. പട്ടാള അട്ടിമറി ശ്രമമുണ്ടായതിനു പിന്നാലെ തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കുമെന്ന് ഉർദു ഖാൻ. മലയാളിയായ കർണാടക മന്ത്രി KJ ജോർജ് രാജിവെച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.